ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയ് ഗുരുക്കൾ. നിങ്ങളുടെ നക്ഷത്രം കേൾക്കുമ്പോൾ തന്നെ ചില അസ്ട്രോളജേഴ്സ് പറയുകയാണ്, നിങ്ങളുടെ വീട്ടില് കുട്ടികളില്ലാത്തവര് നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സഹോദരന്മാർക്ക്, നിങ്ങളുടെ അമ്മ വഴിയുള്ള ആളുകൾക്ക്, അപ്പൻ വഴിയുള്ള ആളുകൾക്ക്, അമ്മായിമാർക്കോ ചിറ്റമാർക്കോ വല്യമ്മമാർക്കോ അമ്മാവന്മാർക്കോ ചിറ്റപ്പന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. 2, ഇവരേതെങ്കിലും പണപരമായ കാര്യങ്ങളിൽപ്പെട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം, ധനനഷ്ടം വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയും പിന്നീട് പറയുകയാണ് നിങ്ങൾക്ക് ഗുരുശാപം ഉണ്ടെന്ന്. ഇതെങ്ങനെയാണ് ചില ജ്യോതിഷന്മാർ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 380 പരം വീഡിയോകളുണ്ട്. അതിൽ 100 പരം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ ഹോരാശാസ്ത്രം, ദശാധ്യായി, സാരാവലി, ഫലദീപിക, പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി പോലുള്ള ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളതായിരിക്കും. കുറെ വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ ലോജിക്കലായിട്ടുള്ള പല അസ്ട്രോളജി മെത്തഡിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ കുറച്ച് വീഡിയോകൾ കണ്ടു നോക്കുക. ചാനലിലെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള നോളജിനെ ഒരു 50% ഇത് ഉയർത്തും. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ, ചില ജ്യോതിഷന്മാര് നക്ഷത്രം പറയുമ്പോൾ തന്നെ വീട്ടിൽ അബോർഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെ നക്ഷത്രം ആയിരിക്കുമ്പോഴാണ് പറയണേന്ന് പറയട്ടെ. 1 ഉത്രാടം, 2 മകീരം, 3 അത്തം. ഈ 3 നക്ഷത്രങ്ങളിലാണ് നിങ്ങൾ ജനിക്കുമ്പോഴാണ് നിങ്ങളുടെ നക്ഷത്രം ഇതാണ് എന്നറിയുമ്പോഴായിരിക്കും അവർ പറയുന്നത്. ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഇത് DNA അസ്ട്രോളജിയിലെ കർമ്മപതിവ് നക്ഷത്രങ്ങളാണ്. ഈ കർമ്മപതിവ് നക്ഷത്രങ്ങളെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതിന് ലോജിക് ഉണ്ടോ ഇല്ല എന്നൊന്നും എന്നോട് ചോദിക്കരുത്. കർമ്മപതിവ് നക്ഷത്രങ്ങളെ 2014 DNA അസ്ട്രോളജി കണ്ടുപിടിച്ച അദ്ദേഹം വരിശയായിട്ട് പകുത്തതാണ്. വരിശ ഉണ്ടാക്കിയത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്ന് തിരിച്ച് ഇതിന് സൂര്യൻ്റെതും, ഇതിന് ചന്ദ്രൻ്റെതും, ഇതിന് ചൊവ്വയുടേതും, ഇതിന് ബുധൻ്റെതും, ഇതിന് വ്യാഴത്തിൻ്റെയും കൊടുത്താണ്. ഇതിനെപ്പറ്റി ഞാൻ ഒരു ഫുള്ള് ലൈവ് വീഡിയോ, മൊത്തം കർമാസ്ട്രോളജി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 4 ലൈവ് വീഡിയോസ് ഉണ്ട്. 2 ലൈവ് വീഡിയോസ് ഇതായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ മകീര്യം, അത്തം, ഉത്രാടം നക്ഷത്രം ഗുരുവിൻ്റെ കർമ്മ ദോഷമുള്ള നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഗുരുവിൻ്റെ കർമ്മദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഗുരുവിൻ്റെ കാരകത്വം എന്താ? 1 കുട്ടികൾ, കുളന്തകൾ, 2 പെരുമ്പണം, 3 ഗുരുക്കന്മാര്, ബ്രാഹ്മണര്, ആരാധ്യരായിട്ടുള്ള ആളുകൾ. ഇവരെയൊക്കെ നിങ്ങൾ പറ്റിക്കുക, ഇവരെയൊക്കെ ദൂഷിക്കുക, കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുക, കുട്ടികൾക്ക് ദ്രോഹം ചെയ്യുക, ഗുരുവിന് ദ്രോഹം ചെയ്യുക, പാവപ്പെട്ടവൻ്റെ അടുത്ത് നിന്ന് പണം തട്ടിച്ച് എടുക്കുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിൻ്റെ കർമ്മപതിവ് കിട്ടിയിട്ടുണ്ടാകാം. ഈ നക്ഷത്രത്തിൽ പിറന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഈ കുഴപ്പം ഉണ്ടെന്ന് ഈ നക്ഷത്രം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, സൈക്കോളജിക്കലി ചിന്തിച്ചാൽ ഇപ്പൊ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും പൊരുന്തിപ്പോകും. നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രം അല്ലെങ്കിൽ കൂടിയും അബോർഷനുള്ള ആളുകൾ ഉണ്ടാവോ എന്ന് വെച്ചാൽ ഉണ്ടാവും. ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ.
അതേപോലെ കുട്ടികളെ കൊണ്ട് ശല്യം, പിള്ളേരെ കൊണ്ട് ശല്യം, പിള്ളേർക്ക് മാനസിക പ്രശ്നങ്ങളുള്ള പിള്ളേർ, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകും. ആരെങ്കിലും ഒക്കെ പറ്റിച്ചിട്ടും ഉണ്ടാകാം. അതുപോലെ ആത്മീയമായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആൾക്കാരും കുടുംബത്തിലുണ്ടാവും. ദൈവിക കാര്യങ്ങളെ തള്ളിപ്പറയുന്നത്, അത് കോമൺ ആയിട്ട് പറഞ്ഞാൽ ഈ വിഷയമുണ്ട്. എന്നാൽ ഇത് സ്പെസിഫിക് ആയിട്ട് വരുമെന്ന് തന്നെയാണ് DNA പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഈ ശാപം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ആളുകളായിട്ട് റിലേഷൻഷിപ്പിൽ പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നിങ്ങളെ പറ്റി ഗുരുത്വമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനും, ശപിക്കാനും, നിങ്ങളെ ശപിക്കാനും, നിങ്ങൾക്ക് റോങ് ആയിട്ട് വരാനും സാധ്യതയുണ്ടെന്ന് കുറെ ആളുകൾ. അവരെ കൊണ്ട് ഈ വക പ്രശ്നങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, പല കുഴപ്പമുണ്ടാവും എന്ന് പറയണം. ആരെ കൊണ്ടെന്ന് DNA പറയുന്നുണ്ട്. ആരെ കൊണ്ടാന്ന് വെച്ചാൽ പൂരുരുട്ടാതി, വിശാഖം, പുണർദം, മൂലം, പൂരാടം, ഉത്രട്ടാതി, രേവതി, ഉത്രാടം, ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ കൊണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ ഉത്രാടം മകീരം അത്ത നക്ഷത്രമാണോ എങ്കിലും നിങ്ങൾക്ക് പണി ഉണ്ടാകാം, കുഴപ്പമുണ്ടാകാം. പ്രത്യേകിച്ച് അവര് ധനുരാശിയിലോ മീനരാശിയിലോ ജനിച്ചവരാണെങ്കിൽ, രാശിയിലല്ല ലഗ്നത്തിൽ കേട്ടോ, ധനു ലഗ്നം മീനൻ ലഗ്നത്തിൽ ജനിച്ചവരാണെങ്കിൽ. അപ്പൊ ലാ എന്ന് പറയുന്നത് ഇവിടെ കാണും. നിങ്ങൾ അസ്ട്രോളജേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിത് പൊരുന്തി വരുന്നുണ്ടോ എന്ന് നോക്കുക. അസ്ട്രോളജി അറിയാവുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പൊരുന്തി വരുന്നുണ്ടോ എന്ന് നോക്കുക. പൊരുന്തി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ബലത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അസ്ട്രോളജി അല്പമെങ്കിലും അറിയാവുന്ന ആളോട്, ഈ ചാനൽ കണ്ടിരിക്കുന്ന ആൾക്കാരോട്, ഉത്രാടം മകേരം അത്തം ഈ നക്ഷത്രമാണെന്ന് പറയുമ്പോൾ തന്നെ വീട്ടിൽ അബോർഷൻ നടന്നിട്ടുണ്ടോ, കുട്ടികളില്ലാത്ത അവസ്ഥയുണ്ടോ, കുട്ടികൾക്ക് വല്ല രോഗമുണ്ടോ, ആരെങ്കിലും പണം പറ്റിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് കണക്ട് ചെയ്ത് പറയുമ്പോൾ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഫോർമുല, പിന്നെ അവർ പറയും ഈ നക്ഷത്രക്കാര് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പൊരുന്തി വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കണക്കാക്കിക്കോ. ഇത് DNA അസ്ട്രോളജിയുടെ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് DNA അസ്ട്രോളജി ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ ലൈവ് വീഡിയോസ് കണ്ടാൽ മതി. ഇനി അതല്ല ഡീപ്പായിട്ട് നിങ്ങൾക്ക് DNA ഒറിജിനൽ DNA 2014 ഉള്ള DNA 4 പുതിയ ഫങ്ഷൻസ് ചേർത്തിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. നക്ഷത്രത്തിന്റെ കർമ്മ പതിവുകൾ, രാശിയുടെ കർമ്മ പതിവുകൾ, ഗ്രഹത്തിന്റെ കർമ്മ പതിവുകൾ, ഭാവത്തിന്റെ കർമ്മ പതിവുകൾ, പിന്നെ ഇതിന്റെ ഇന്ററാക്ഷൻസ് എല്ലാം, പരാശര കാരകത്വം എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. പെട്ടെന്ന് ഫലം പറയാൻ വേണ്ടിയിട്ടാണ് പലരും ജ്യോതിഷം പഠിക്കുമ്പോൾ 10-15 വർഷം പഠിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ഫലം പറയാമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഇതിലേക്ക് വന്ന് ചിലവർ പെടുക. ചിലവർ എന്നിട്ട് പഠിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. എന്തായാലും ഇതിലുള്ള ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും പറയണേ അവരോട് ചോദിക്കണം, ഇത് DNA ഫോർമുല അല്ലേ, വൈ ഡു യു ടേക്ക് ഇറ്റ് ഇൻ Parasara system and mixing it up with Parasara system and trying to predict our future with it? നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ what is the logic of this tabulation? That is one of the important critical side of DNA astrology. So you can ask them, why this tabulation? Why you are using this tabulation? Is it have any logical interpretation? എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും this is taken from DNA, and if it is correlated to your life, maybe there is also a possibility because it is having a psychological relationship astrology concept. So it can easily might be related to your life also. അപ്പൊ ഞാനിന്ന് ഇത്രയും പറയുന്നുള്ളൂ. ഈ ഒരു കാര്യം കൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ചില അസ്ട്രോളജേഴ്സിന് സംശയം, അതും കൂടി പറയാം.
ബാധാധിപനും വ്യാഴവും കൂടി കണക്ഷൻ വരുമ്പോഴല്ലേ ഗുരു ശാപം പറയേണ്ടതെന്ന് വെച്ചാല്, അതായത് ഇപ്പൊ ഇതിന് തന്നെയാണെങ്കിൽ മേഷരാശിക്ക് ബാധ ശനി. അപ്പോ ഈ ശനിയും ഗുരു എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന വേണമെങ്കിൽ പറയാം. അത് എത്രാത്ത രാശിയിൽ ഇരിക്കുന്നതൊക്കെ സംബന്ധിച്ചിട്ടാണ് പ്രശ്നം പറയുമ്പോൾ ഇന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഗുരു അടക്കേണ്ടതെന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ ഗുരു വന്നിട്ട് ഈ ലഗ്നത്തിന് ഈ ഗുരു വന്നിട്ട് ബാധരാശിയിലിരിക്കണമെങ്കിൽ പറയാം ഇവിടെ ആത്മീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുശാപം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ പ്രശ്നത്തിന്റെ തന്നെ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടല്ലേ പറയേണ്ടതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ജാതകത്തിൽ ഗുരു ശനി ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാലോ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയണതെന്ന് പല ജ്യോതിഷന്മാരും ഇങ്ങനെ തല അറങ്ങി ആലോചിക്കും, അവർക്ക് DNA അറിയില്ലെങ്കിൽ. അതുകൊണ്ട് ജ്യോതിഷന്മാരെ നിങ്ങൾ ഇതും മനസ്സിലാക്കി പഠിച്ചു വെച്ചോ കേട്ടോ. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ഇനി DNA അസ്ട്രോളജി ഫുള്ള് പഠിക്കണം, ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഫീസിന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓൺലൈൻ കോഴ്സ് ഉണ്ട്, ഡയറക്റ്റ് വന്ന് കോൺടാക്ട് ചെയ്യുക. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.